നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരവിനൊരുങ്ങി പുത്തൻവേലിക്കരയുടെ സ്വന്തം ഫാസ്. 18 വർഷങ്ങൾക്ക് ശേഷം ഫാസിന്റെ വേദിയിൽ നാടകത്തിന്റെ ആദ്യ ബെൽ മുഴങ്ങിയപ്പോൾ പഴയ തലമുറയ്ക്കൊപ്പം ഇളമുറക്കാരും നാടകാസ്വാദനത്തിനായി ഒത്തുകൂടി. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി വള്ളവനാട് നാടകം കമ്മ്യൂണിക്കേഷൻസിന്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കും. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയാണ്. അക്ഷമരായി കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് തിരശീലയ്ക്ക് പിന്നിൽ നിന്നും നാടകാസ്വാദകർക്കെന്നും ആവേശം കൊള്ളിക്കുന്ന അനൗൺസ്മെന്റ് മുഴങ്ങിയപ്പോൾ അരനൂറ്റാണ്ട് മുൻപ് ഫാസിന് ജീവൻ നൽകിയവർ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർക്ക് പോയിപ്പോയ വസന്തകാലം തിരികെ എത്തിയ അനുഭവമായി. 70കളിൽ കേരളമാകെ അലയടിച്ച സാംസ്കാരിക മുന്നേറ്റങ്ങൾക്കൊപ്പം നാടുണർത്തി നാടകവും നിറഞ്ഞാടിയപ്പോൾ നഗരങ്ങളിൽ മാത്രമല്ല നാട്ടിൻപുറങ്ങളിലും നാടകാവതരണങ്ങൾക്കായി ഫൈൻ ആർട്ട് സൊസൈറ്റികൾ സജീവമായി. പുത്തൻവേലിക്കരയ്ക്കും മാറി നിൽക്കാനായില്ല. 1972 25 അംഗങ്ങളുമായി പ്രവർത്തനം കുറിച്ച ഫാസ് വളരെ പെട്ടെന്ന് തന്നെ പുത്തൻവേലിക്കരയുടെ സാംസ്കാരിക ഇടമായി മാറി. 3 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ഫാസിന്റെ സുവർണകാലത്ത് കേരളത്തിലെ എണ്ണം പറഞ്ഞ കലാസമിതികളിൽ ഒന്നുപോലും ഫാസിന്റെ വേദി കയറാതെ പോയിട്ടില്ല. പ്രൊഫഷണൽ നാടകങ്ങൾക്ക് മാത്രമല്ല, അമച്വർ നാടകങ്ങൾക്കും കലാമണ്ഡലം ക്ഷേമാവതിയുടേതടക്കം ഒട്ടേറെ പ്രഗത്ഭരുടെ കലാപ്രകടനത്തിനും ഫാസ് വേദിയായി. നൃത്ത വാദ്യ പരിശീലനത്തിനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിരുന്നു. പിന്നീട് എപ്പോഴോ നാടകം പറയുന്ന കഥകളുടെ ആത്മാവ് നഷ്ടമാവുകയും പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയാതെ വരികയും ചെയ്തതോടെ പ്രേക്ഷകനും നാടകത്തെ കൈയൊഴിഞ്ഞു. ഇതോടെ പ്രധാനമായും നാടകാവതരണങ്ങൾ ലക്ഷ്യമിട്ട് പ്രവർത്തനം ആരംഭിച്ച ഫൈൻ ആർട്ട് സൊസൈറ്റികളിൽ ഭൂരിഭാഗവും അരങ്ങൊഴിഞ്ഞു. വൈകാതെ തന്നെ പുത്തൻവേലിക്കര ഫാസിനും തിരശീല വീഴുകയായിരുന്നു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി പ്രവർത്തനമില്ലെങ്കിലും സുവർണകാലത്തിന്റെ സംഭാവനയായ 65 സെന്റ് സ്ഥലവും സ്റ്റേജും ഓഫീസും 427ഓളം മെമ്പർമാരും ഫാസിന് സ്വന്തമായുണ്ട്. ചില കെട്ടകാലങ്ങൾക്ക് ശേഷം സമൂഹത്തിന്റെ ശബ്ദമാകാൻ പുതിയ കാലത്തിന്റെ മാറ്റങ്ങളുമായി നാടകം നാടിനകങ്ങളിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയതോടെയാണ് ഫാസിന് പുതിയ ചിറകുമുളച്ചത്. കേവലം നാടകാവതരണങ്ങൾക്ക് മാത്രമല്ല, പുത്തൻവേലിക്കരയുടെ കലാ സാംസ്കാരിക രംഗത്ത് ഇടപെടാൻ കഴിയും വിധം ഫാസിനെ മാറ്റി തീർക്കുമെന്ന് സെക്രട്ടറി MM കരുണാകരൻ മാസ്റ്റർ പറഞ്ഞു. ഇതാ നാടകാവതരണത്തിനുള്ള അവസാന ബെല്ല് മുഴങ്ങിക്കഴിഞ്ഞു. തുടർന്നും ഇത്തരം ബെല്ലുകൾക്കായി നമുക്ക് കാതോർക്കാം. 1976 അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തുകയും തുടർന്ന് ഒരു കൊല്ലത്തിൽ ഏതാണ്ട് 6 മാസം നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു പോന്നിരുന്നതാണ്. ഇതിനിടയിൽ ലളിതകലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഡാൻസും അതുപോലെ വാദ്യോപകരണങ്ങളും പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്. സംഗീത നാടക അക്കാദമിയുടെ രജിസ്ട്രേഷൻ എല്ലാം ഈ സംഘടനയ്ക്കുണ്ട്. സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അമേച്ചർ നാടകങ്ങൾ നമ്മുടെ ഈ സ്റ്റേജിൽ കളിക്കുകയും അതുപോലെ നാടക മത്സരങ്ങൾ അരങ്ങേറുകയും ചെയ്തിട്ടുണ്ട്. നാടക മത്സരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നാടകങ്ങൾ വരികയും അത് പാറയിൽ കണ്ണുപിള്ള ട്രോഫി ഏറ്റവും നല്ല നാടകത്തിനും അതുപോലെ മാന്യമായ രീതിയിലുള്ള സമ്മാനത്തുകയും കൊടുത്ത് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. തുടർന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം നാടകത്തിനോട് ഒരു ആഭിമുഖ്യം കുറഞ്ഞ സാഹചര്യത്തിൽ കുറച്ച് നാൾ ഇത് വിട്ടു നിൽക്കുകയും വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഒത്തുചേർന്ന് ഫാസിലംഗങ്ങൾ പ്രത്യേകിച്ച് ഇതിങ്ങനെ പോയാൽ പോരാ, ഈ സാംസ്കാരിക സംഘടന പുത്തൻവേലിക്കരയ്ക്ക് ഏറ്റവും അഭികാമ്യമായ ഒരു സംഘടനയാണ്, അതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിൽ കാണുകയും അതനുസരിച്ച് യോഗങ്ങൾ ചേർന്ന് ആ യോഗങ്ങളിലൂടെ പുതിയ പ്രവർത്തനം ആരംഭിക്കുവാനും തീരുമാനിച്ചു. ആ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എങ്ങനെയാണിത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഇതിനൊരു ഓഡിറ്റോറിയം വേണം,
അതുപോലെ നമുക്ക് കൂടുതൽ നാടകങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കണം, അതുപോലെ ചെറുപ്പക്കാരെ ഇതിനകത്ത് കൂടുതൽ ആകർഷിപ്പിക്കണം എന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ആലോചിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും അതുപോലെ സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവരെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഈ വയനാട് സൊസൈറ്റി എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന മുന്നോട്ട് പോവുകയാണ്.